+2 ക്ലാസ്സിൽ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞൊരു 5 മിനിറ്റ് ഇങ്ങനെ ക്ലാസ്സിലൂടെ നടന്നപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, സർ, എന്റെ വിവാഹം കഴിഞ്ഞ് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ്. അപ്പൊ എനിക്കെന്താ വെച്ചാൽ ആ ഭർത്താവിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ വരാൻ വേണ്ടി തൽക്കാലം ഇനിയൊരു വിവാഹം വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു എന്നാ പെൺകുട്ടി പറഞ്ഞു. ആ വിശ്വാസത്തിന്റെ ദാർഢ്യതകൾ ആലോചിച്ചു നിങ്ങൾ. മരിച്ചു പോയാൽ തിരിച്ചു വരും. പക്ഷെ സുഹൃത്തുക്കളെ, ഇവിടെ സംഭവിക്കൂല എന്നുള്ള ബോധ്യപ്പെടുത്തേണ്ടതാണ് ഈ കാര്യം. ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ് ഈ കാര്യം. മരിച്ചുപോയ ഭർത്താവിനെ ഭർത്താവായി തിരിച്ചു കിട്ടും. മരിച്ചുപോയ മക്കളുമായി പുനഃസംഗമിക്കും. പെരിന്തൽമണ്ണക്കടുത്ത് നടന്ന ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ 23 വയസ്സുകാരന്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ ആത്മധൈര്യം നഷ്ടപ്പെട്ട് ഒരു ഭാഗത്ത് ചെരിഞ്ഞു കിടക്കാണ് വാപ്പ. മയ്യത്തിറങ്ങിപ്പോകുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി അക്ഷരജ്ഞാനവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഉമ്മ തന്റെ മനസ്സിലുള്ള ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിൽ എനിക്ക് തിരിച്ചു കിട്ടേണ്ട മുത്താണ് നിങ്ങൾ ഇപ്പോൾ ചുമലിൽ കൊണ്ടുപോകുന്നത്. സത്യനിഷേധികൾ വാദിച്ചു, അല്ലൻ യുബഅസു, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരൂല എന്ന് അവർ വാദിച്ചു. നബിയെ പറയേ, ഖുൽ ബലാ വറബ്ബി, എന്റെ റബ്ബാണേ സത്യം, ലതുബഅസുന്ന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന, എന്നിട്ട് നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരും ബിമാ അമിൽതും, ജീവിതത്തിൽ ചെയ്ത മുഴുവൻ കാര്യം നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകുന്നത് വലിയ പ്രയാസമുള്ള കാര്യം അല്ല. വദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ്. സുഹൃത്തുക്കളെ സംഭവിക്കും, ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്. ഏതായാലും നമ്മളെ കുട്ടികൾ മരിക്കും, ഭർത്താവ് മരിക്കും, വാപ്പ മരിക്കും, ഉമ്മ മരിക്കും. കണ്ണ് ചിമ്മി ഹൃദയം നിന്നു ശ്വാസം അടങ്ങി എന്ന് ബോധ്യപ്പെട്ടാൽ വിശ്വസിക്കുക മരിച്ചു. തീർന്ന സുഹൃത്തുക്കളെ, ഇനി എനിക്ക് വാപ്പല്ലാന്ന ഉമ്മല്ലാന്ന അല്ല, തിരിച്ചു വരും. മരണമെന്ന ഒരു പുതിയ ആരംഭം, ആ പുതിയ ആരംഭം അതിനുശേഷം വരും. ഹുവല്ലദീ ഖലഖകും മിൻ തീൻ, മണ്ണെന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണെന്നാണ് മനുഷ്യനെ കൊണ്ടുവന്നത്. തുമ്മ ഖലാ അജല, ഭൂമിയിൽ ഒരു നിശ്ചിത അവധി ഉണ്ടാവും, അത് കഴിഞ്ഞാലോ വഅജലും മുസമ്മൻ ഇൻദ, പിന്നെ ഒരു നിശ്ചിത അവധി എന്ത് ചെയ്യും, മനുഷ്യൻ അവിടെയും കഴിച്ചു കൂട്ടും. അപ്പൊ ഈ ഒരു ജീവിത ഘട്ടങ്ങളിൽ ഒരു പരിണിതിയുടെ മാറ്റം മാത്രമാണ്. പിന്നെ അയാൾക്ക് വേണ്ടി പാപമോചനം തേടുക, അയാളെ ഖബർ ജീവിതം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പരലോകത്ത് അയാൾക്ക് നല്ലത് വരാൻ വേണ്ടി ആഗ്രഹിച്ച് മയ്യത്ത് നിസ്കരിക്കുക, മറവ് ചെയ്യുക, അയാളെ ഓർക്കുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാളുടെ പേരിൽ നമുക്ക് സദഖ കൊടുക്കാം, അള്ളാഹു റസൂൽ അനുവദിച്ച കാര്യങ്ങൾ ചെയ്യുക. സുഹൃത്തുക്കളെ, ഇവിടേക്ക് മനസ്സെത്തണം. മനസ്സെത്തിയില്ലെങ്കിലോ എനിക്ക് എന്റെ പിതാവിനെ തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ അതിന് പ്രതീക്ഷ നൽകുവാനും അതിന് പണം വാങ്ങാനും നാട്ടിൽ ആളുണ്ടാവും. അതിനെന്താ പരിഹാരം സുഹൃത്തുക്കളെ? എന്താ പരിഹാരം? മരിക്കുമെന്ന് വിശ്വസിക്കാൻ. മരണം എന്നത് ജീവിതത്തിന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെ തുടക്കമാണ്. നമ്മുടെ ജീവിതം ഇവിടെ അല്ല, പുറത്തൊരു ജീവിതം നമുക്കുണ്ടത് വിശ്വാസികൾ വിശ്വസിക്കുന്നു. വ്യത്യസ്തമായ അനുഭവങ്ങളുടെയും ഏറ്റവ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ജീവിക്കണം. മരിച്ചു പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഏറ്റവും അധികം ഞാൻ സ്വർഗത്തിൽ കണ്ടത് പാവപ്പെട്ടവരെയാണെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് വലിയ സുഖ സന്തോഷങ്ങളുടെ ഒരു ലോകമാണ് വരാൻ പോണത്. ആ പ്രതീക്ഷ ആളുകൾക്ക് നൽകി മരണം എന്താണ്, ജീവിതം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ എന്താണെന്നറിയോ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ചെറിയൊരു ഉത്തരവാദിത്തം ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബോധ്യമുള്ളവര് ചെറിയൊരു ഉത്തരവാദിത്തം ഉണ്ടാവും. എന്താ ഉത്തരവാദിത്തം സുഹൃത്തുക്കളെ? തൊട്ടടുത്ത കടയിൽ നിന്നൊരു കച്ചവടക്കാരൻ സാധനങ്ങൾ തൂക്കിക്കൊടുത്ത് കസ്റ്റമർ പോയി കഴിയുമ്പോൾ അവന്റെ മനസ്സൊരു മനസാക്ഷി കുത്ത്. ഞാൻ ആ ചീഞ്ഞ പഴങ്ങളൊക്കെ എടുത്തിട്ട് അയാളെ ഇതിലിട്ട് അയാൾ കാണാതെ പാക്കറ്റിലിട്ട് മുഴുവൻ വിലയും വാങ്ങി വെച്ചു. അത് ശരിയായോ? ഒരു മനസാക്ഷി കുത്ത്. ആ മനസാക്ഷി കുത്തിന്റെ പിന്നിൽ എന്താണ്? കയ്യിൽ കിട്ടിയ കാശ് ഉപകാരപ്പെടാനും നാളെ ഒരു പുതിയ ലോകത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ പേരിൽ ഒരു വിചാരണക്കും എനിക്ക് അവസരമുണ്ട് എന്ന്. മരുന്ന് കുറിച്ച് രോഗി ഇറങ്ങിപ്പോയാൽ ഡോക്ടർക്ക് ഒരു ചെറിയ മനോവേദന. അയാൾ എന്നെ വിശ്വസിച്ച് ചികിത്സക്ക് വന്നതാണ്. അയാൾക്ക് ദോഷകരമായ ചില മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിലെ ചെറിയൊരു കമ്മീഷന് വേണ്ടി ഞാൻ എഴുതിപ്പോയോ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ വിശ്വാസങ്ങൾക്ക് മാത്രമേ അയാളെ പിന്തിരിപ്പിക്കാൻ പറ്റുള്ളൂ. ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഏറ്റവും വലിയ സത്യമാണ് ഇത്. ആ രംഗത്ത് മാത്രമല്ല സുഹൃത്തുക്കളെ, നിസ്കരിച്ച് പള്ളിക്കെന്ന് ഇറങ്ങിയതാ നമ്മൾ മകരിപ്പിക്കുക. അപ്പൊ നമുക്കൊരു ചെറിയ തോന്നല്, എല്ലാവരും നിസ്കാരം ശരിയായോ, ഇങ്ങനെ തന്നെയാണോ നിസ്കരിക്കേണ്ടത്? ഒരു ചിന്ത. എന്തിനാണത്? നാട്ടിൽ നിസ്കരിക്കുന്നവരെന്നൊരു പേര് കിട്ടാനാണെങ്കിൽ എന്തിനാ സുഹൃത്തുക്കൾ? ആവശ്യമില്ല. പക്ഷെ സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം.
അങ്ങനത്തെ ഒരു നിസ്കാരം മാത്രമേ അവിടെ സ്വീകരിക്കുള്ളൂ. അപ്പൊ ഒരു അന്വേഷണം, ഏത് വാപ്പകാരന്മാർ ഇക്കാലം വരെ കാട്ടി തന്നൊരു നിസ്കാരം ഞാൻ കൊണ്ടെടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന വിശ്വാസം ഉണ്ടാവില്ല. മറിച്ച് എന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടാവുന്ന നമസ്കാരമാകണം എന്നൊരു പ്രതീക്ഷ വരുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. സുഹൃത്തുക്കളെ, അത് ഈ ആദർശത്തെ പ്രതികരിക്കുന്ന ഈ മഹത്തായ കൂട്ടായ്മ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയണം. ഇത്രേ ഉള്ളൂ. ആളുകൾക്ക് നമ്മൾ പറയുമ്പോഴൊക്കെ എന്താ വെച്ചാൽ വെറുതെ നാട്ടിലുള്ളതിനെ എതിർക്കുക, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കുക, ഒന്നിച്ചു പോയ മഹലിൽ കച്ചറ ഉണ്ടാക്കുക, വരിസംഖ്യ കൊടുക്കാതൊക്കെ, ഇതൊക്കെയാണ് ആൾക്കാർ വലിയ കാര്യമായിട്ട് പറയാ. സത്യത്തിൽ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്രേ ഉള്ളൂ. എന്ത്? നമ്മളുടെ ഈ ജീവിതം നാളെ പരലോകത്ത് ഉപകാരപ്പെടണം. അതിന് നമ്മുടെ വിശ്വാസം നന്നാവണം. വിശ്വാസം നന്നാകണം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം നമ്മുടെ വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾക്ക് നിരക്കാത്ത വിശ്വാസമുണ്ട് എന്ന്. ഞാൻ ഇവിടെ ഒരു നിലക്കും മുജാഹിദ് പ്രസ്ഥാനത്ത് അംഗീകരിക്കാത്ത ആളുകളോട് ഞാൻ ചോദിക്കാം, നമ്മുടെ തൊട്ടുനാട്ടിലെ കൊളത്തൂരിലെ ഈ മഹല്ല് പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാളും പുണ്യം കിട്ടുന്ന എത്ര പള്ളിയുണ്ട് ലോകത്ത്? പെരിന്തൽമണ്ണത്തിന് പള്ളിക്ക് നീങ്ങിയതിനേക്കാളും കൂലി ഉണ്ടാവും സുഹൃത്തുക്കളെ. തമിഴ്നാട്ടിൽ പള്ളിയിൽ പോയ ഈ പള്ളി നിസ്കരിക്കാനൊക്കെ കൂലി ഉണ്ടാവില്ല. ആകെ 3 പള്ളിയുള്ളൂ. വാഹനം കെട്ടി പുറപ്പെടാനും തീർത്ഥയാത്ര പോകാനും മുസ്ലിങ്ങൾക്ക് 3 പള്ളിയേ ഉള്ളൂ. പക്ഷെ 3 പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത് സുഹൃത്തുക്കളെ. ബാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് പണ്ഡിതനും ഉസ്താദും നാട്ടിലെ മഹല്ല് കാളിയുമാണെങ്കിൽ കേറിയിരുന്ന് ആ പള്ളിക്ക് പോയാൽ അവിടെ എന്തോ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? പ്രമാണമല്ല. സുഹൃത്തുക്കളെ, വിശ്വാസത്തിന് നിരക്കാത്ത, പ്രമാണത്തിന് നിരക്കാത്ത പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നത് സത്യം. അതിലേറ്റവും മാരകമായ ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസ രംഗത്തുണ്ട്, കർമ്മരംഗത്തുണ്ട്, പ്രവർത്തന രംഗത്തുണ്ട്, സ്വഭാവ രംഗത്തൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അതൊക്കെ എന്തുള്ളൂ മാർഗനിരങ്ങൾ? നമ്മൾ ഖുർആനിൽ നിന്നും ഹദീസിലുള്ള വചനങ്ങൾ കേട്ട് ശരി ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാണ്. അപ്പൊ ഒരു മാറ്റം വരും. നമ്മളെ കുടുംബത്തിലും വീട്ടിലൊക്കെ